ഡയറ്റീഷ്യൻ ടോക്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ടിനു ട്രീസ. ഞാൻ പ്രൊഫഷണലി ഒരു ഡയറ്റീഷ്യനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മുട്ട എങ്ങനെയാണ് നമ്മുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത്, അതേപോലെ തന്നെ മുട്ടയുടെ ഗുണങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മൾ ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് മുട്ടയുടെ ഉണ്ണി അധികം കഴിക്കരുത്, അല്ലെങ്കിൽ മുട്ട അധികം കഴിക്കരുത് എന്നൊക്കെ. ഇതിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത് ഇത് കൊളസ്ട്രോളിന് കാരണമാകും, അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകും എന്നാണ്. എന്നാൽ അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ പ്രസിദ്ധീകരിച്ച റിസർച്ചസിൽ പറയുന്നത് നമ്മൾ മുട്ട കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നാണ്. ഇനി നമുക്ക് മുട്ടയിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണമാണ് മുട്ട. ഒരു മുട്ടയിൽ ഏകദേശം 7 ഗ്രാമോളം പ്രോട്ടീൻ ഉണ്ട്. അതേപോലെ തന്നെ ഫാറ്റ്, അയൺ, വിറ്റമിൻസ്, മിനറൽസ്, കരോട്ടിനോയിഡ്സ് ഇതൊക്കെ മുട്ടയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. അതേപോലെ USDAയുടെ കണക്ക് പ്രകാരം ഒരു മനുഷ്യന് ഒരു ദിവസം ആവശ്യമുള്ള ന്യൂട്രിയൻസിന്റെ വലിയൊരു പങ്ക് നമുക്ക് മുട്ട മാത്രം കഴിച്ചുകൊണ്ട് കിട്ടുന്നതാണ്. അതിന്റെ ഒരു ചാർട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ണം കുറയ്ക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മുടെ കാലറി കഴിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്. ഒരു മുട്ടയിൽ ഏകദേശം 78 കാലറീസ് ആണ് ഉള്ളത്. അതായത് നമ്മൾ പ്രഭാത ഭക്ഷണമായിട്ട് ഒരു 3 മുട്ട പുഴുങ്ങിയത് കഴിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കാലറി എന്ന് പറയുന്നത് 234 കാലറി മാത്രമാണ്. അതിന്റെ കൂടെ നമ്മൾ കുറച്ച് ചീരയും വെജിറ്റബിൾസും ഒക്കെ കഴിച്ചാൽ പോലും അതിന്റെ കാലറി എന്ന് പറയുന്നത് 300-ന് താഴെ മാത്രമേ വരികയുള്ളൂ. അതേപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് നടത്തിയ പഠനങ്ങൾ അനുസരിച്ച് നമുക്ക് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീൽ തരുന്നു. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതൊരു ഹൈ പ്രോട്ടീൻ ഭക്ഷണമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദിവസം മുഴുവൻ വലിയൊരു വിശപ്പോ പരവേശമോ ഒന്നും തോന്നുന്നില്ല മുട്ട കഴിച്ചു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് വയറ് നിറഞ്ഞിരിക്കുന്ന ഫീൽ തരുമോ എന്ന് അളക്കുന്ന ഒരു സ്കെയിലാണ് സ്റ്റാറ്റി ഇൻഡെക്സ്. ഈ മുട്ടയുടെ സ്റ്റാറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് മുട്ട കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു വയറ് നിറഞ്ഞ ഒരു ഫീൽ ഉണ്ടാകുന്നു. പിന്നെ നമുക്ക് ആ ഒരു ദിവസം വലിയൊരു വിശപ്പോ അല്ലെങ്കിൽ ഇത്തിരി ഭക്ഷണം കഴിക്കണമെന്നുള്ള ഒരു ഫീലോ ഉണ്ടാകാത്തതും. അതേസമയം നമ്മൾ പ്രോട്ടീൻ കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിശക്കും. അപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും കൂടുതൽ ഭക്ഷണം കഴിക്കുകയും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് വണ്ണം ഉണ്ടാവുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ വണ്ണം കൂടുകയും ചെയ്യും. വണ്ണം കുറയ്ക്കാനായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഡയറ്റ് നമ്മൾ ചെയ്തതാണ്. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് വളരെ നല്ലൊരു ഭക്ഷണമാണ് മുട്ട. കാരണം ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാനായിട്ട് കാരണമാകത്തില്ല. അതേപോലെ നമ്മുടെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് മുട്ട നമ്മുടെ മെറ്റബോളിസം കൂട്ടുന്നു. ഇങ്ങനെ കൂടുന്ന മെറ്റബോളിസം റേറ്റ് നമ്മുടെ ശരീരത്തിലുള്ള അമിതമായിട്ടുണ്ടാകുന്ന കാലറിയെ കത്തിച്ചു കളയുന്നു. ഇതിനെയാണ് നമുക്ക് തെർമിക് ഇഫക്റ്റ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. അങ്ങനെ മുട്ട പോലുള്ള ഹൈ പ്രോട്ടീൻ ഫുഡ്സ് അത് നമ്മുടെ ശരീരത്തിലുള്ള അമിത കാലറിയെ കത്തിച്ചു കളയുന്നതിനെ സഹായിക്കുന്നു. ഇനി നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും, നമുക്ക് മുട്ടയുടെ ഉണ്ണി കഴിക്കാവോ, അല്ലെങ്കിൽ ഉണ്ണി കഴിക്കുന്നത് കൊളസ്ട്രോൾ കൂട്ടുമോ എന്നൊക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ലിവറാണ്. അല്ലാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഇത് ഡയറക്റ്റ് ആയിട്ട് ഇത് ശരീരം വലിച്ചെടുക്കുന്നില്ല. അത് അമേരിക്കയിലെ മയോ ക്ലിനിക്ക് നടത്തിയ പഠനത്തിൽ ഇത് വളരെ വ്യക്തമാണ്. എന്നാൽ നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, ട്രാൻസ് ഫാറ്റ്സ് ഇതൊക്കെ കഴിക്കുന്നത്, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഡയറി പ്രോഡക്ട്സ് നമ്മൾ കട്ടിയുള്ള പാല്, അതേപോലെ തന്നെ അതുകൊണ്ടുണ്ടാക്കുന്ന തൈര്, ബിസ്ക്കറ്റ്സ്, ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ, അതേപോലെ തന്നെ എണ്ണയിൽ വറുത്തെടുത്ത സാധനങ്ങൾ, ഇതിനകത്തൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റ്സും ട്രാൻസ് ഫാറ്റ്സും കൂടുതലാണ്. ഇത് കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തെ ഇത് മോശമായി ബാധിക്കുകയും അത് ചീത്ത കൊളസ്ട്രോൾ ആയ LDL കൂടുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മുട്ടയുടെ ഉണ്ണി കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്നാൽ പാൽ ഉൽപ്പന്നങ്ങളുടെ അഥവാ ഡയറി പ്രോഡക്ട്സ് കൂടുതൽ കഴിക്കുന്നത് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ മുട്ടയുടെ ഉണ്ണിയിൽ ധാരാളം അയൺ, അതേപോലെ വിറ്റമിൻ B12, വിറ്റമിൻ D ഇതൊക്കെ ധാരാളം ഉണ്ണിയിലാണ് അടങ്ങിയിരിക്കുന്നത്. എന്നാൽ മുട്ടയുടെ വെള്ളയിൽ ഈ വിറ്റമിൻസ് ഒന്നും ഇല്ലതാനും. അവസാനമായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ മുട്ട നല്ലതുപോലെ വേവിച്ചിട്ട്, അല്ലെങ്കിൽ മുട്ട പച്ചയ്ക്ക് കഴിക്കാവോ, അത് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന്. ഐസ്ക്രീമിലും മയോണൈസിലും ഒക്കെ നമ്മൾ മുട്ട പച്ചയ്ക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് വേവിക്കാത്ത മുട്ടയിൽ സാൽമോണല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. ഇത് നമുക്ക് ഫുഡ് പോയ്സണിങ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 65 വയസ്സിന് മുകളിലോട്ടുള്ളവരും 5 വയസ്സിന് താഴോട്ടുള്ള കുഞ്ഞുങ്ങൾക്കും മുട്ട നന്നായിട്ട് വേവിക്കാതെ കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ പ്രതിരോധശേഷി കുറഞ്ഞ ആളുകളെ, അതായത് ചിലപ്പോൾ നമുക്ക് ഈ ഓർഗനൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്തവരെ, അല്ലെങ്കിൽ HIV, AIDS, TB ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരെ മുട്ട വേവിച്ചു തന്നെ കഴിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.